നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ഇറാൻ്റെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമേരിക്ക ഇറാൻ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അമേരിക്ക ഇത്തരം ഒരു നടപടി കൈക്കൊണ്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം അറേബ്യൻ സീയിലുണ്ടായിരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ തന്നെ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയർ ഇതിനടുത്തേക്ക് ഇറാൻ്റെ ഒരു ഷാഹിദ് ഡ്രോൺ എത്തുകയും അതിനെ തുടർന്ന് F-35 ഫൈറ്റർ ജെറ്റ് ഈ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് അമേരിക്ക പറയുന്ന കാര്യം മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഒഫീഷ്യലി എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറാൻ പ്രതികരിക്കണം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇറാൻ്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അമേരിക്ക പറയുന്നത് ഇത് സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നെല്ലാമാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഇതുവരെ ഇറാൻ ഈ ഒരു കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നിരുന്നാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ഇറാൻ്റെ പ്രതികരണം അത് എങ്ങനെയായിരിക്കുമെന്നുള്ളത്, ഔദ്യോഗിക പ്രതികരണം അതെങ്ങനെയായിരിക്കുമെന്നുള്ളത്. കാരണം വെനസ്വേല പോലെയുള്ള രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത്. അത് ലോകത്തിനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം, ഇസ്രയേലിനും അറിയാം. അതിനാൽ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അവർ ഇത്തരമൊരു സംഭവത്തെ അംഗീകരിക്കുന്നുണ്ടോ, ഇത് സത്യത്തിൽ നടന്നിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വിദേശ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമുക്കിനി ഇറാനിലുള്ള മീഡിയ അവർ ഈ ഒരു സംഭവത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ഇറാനിൽ തന്നെയുള്ള തസ്നീം എന്ന് പറയുന്ന ഒരു മീഡിയ അവരുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇൻ്റർനാഷണൽ വാട്ടറിൽ ഒരു ഡ്രോണുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനുള്ള കാരണം വ്യക്തമല്ല എന്നാണ് അവർ പറയുന്നത്. തങ്ങളുടെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടു എന്നൊരു റിപ്പോർട്ട് ഇതിൽ പറയുന്നില്ല. അതായത് യഥാർത്ഥത്തിൽ നടന്നത് അത് എന്താണ് എന്നറിയണമെങ്കിൽ ഇറാൻ ഒഫീഷ്യലി ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകണം. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വാർത്ത, ഇറാനും അമേരിക്കയും വീണ്ടും ആണവ ചർച്ചകൾ തുടങ്ങാൻ പോകുന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് ശേഷം ഇതെത്ര കണ്ട് സാധ്യമാകുമെന്നതിനെക്കുറിച്ചൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനൊരു ചർച്ച നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് ആരാക്ചിയും അതുപോലെ തന്നെ അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയി ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലാണ് തുർക്കിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. അതായത് ഇവർ നേരിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. അതായത് ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി യുദ്ധം ഒഴിവാക്കാനാണ് ഈ രണ്ട് പക്ഷവും ശ്രമിക്കുന്നത്. ചർച്ച നടക്കുന്നത് തുർക്കിയിലാണ്. എന്തുകൊണ്ട് തുർക്കി എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ വേറെയും രാജ്യങ്ങളുണ്ടല്ലോ, അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് തുർക്കിയിൽ ഈ ചർച്ച നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് തുർക്കിക്ക് ആ ഒരു മേഖലയിൽ നല്ല സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ രണ്ട് കൂട്ടരുമായിട്ടും, അതായത് ഇറാനുമായിട്ടും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടും തുർക്കിക്ക് നല്ല ബന്ധവുമാണ്. ഇറാൻ അമേരിക്ക സംഘർഷമുണ്ടായപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു രാജ്യവുമാണ് തുർക്കി. അതിനാൽ തന്നെ ഈ ഒരു ചർച്ച അത് വിജയിച്ചാൽ അത് തുർക്കിയുടെ കൂടെ ഒരു വിജയമായി കണക്കാക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത്തരമൊരു ചർച്ച നടക്കുമ്പോൾ അതിൽ ആശങ്കപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഇസ്രയേൽ എന്നാണ്. വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രയേൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, എന്നാൽ ചർച്ചകളിൽ ഇറാൻ്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ ഉയർത്തുന്ന ഒരാശങ്ക. ന്യൂക്ലിയർ ഇറാൻ്റെ പക്കൽ ഇല്ലെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത് ഇസ്രയേലിന് ഭീഷണിയാണ് എന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒഫീഷ്യലി ഒന്നും ഇസ്രയേൽ പറഞ്ഞു കേട്ടിട്ടില്ല. അവിടെയുള്ള പത്രമാധ്യമങ്ങളാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഒരു വാർത്ത സംബന്ധിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.